ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം ഓരോ കുടുംബം ഓനക്ക് ഇടക്കുണ്ടായാലുണ്ട്. കുഴപ്പമില്ല മണ്ണായിക്കോട്ടെ, കുഴപ്പമില്ല. ഓനക്ക് ഉണ്ടായാലുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. ഇങ്ങനെയൊന്നുമല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, ഓൻ്റെ അമ്മ ഉണ്ടാവും. ഇല്ലല്ലോ, ഓൻ അങ്ങനെ തന്നെ ഉണ്ടായില്ല. അല്ലാഹു ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ് ട്ടോ. നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്ത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളോട് പറയാം, നിങ്ങൾ കൂട്ടം കൂടി പോകരുത്, ശ്വാസം കിട്ടൂല. കുട്ടികളെ കൈ പിടിക്കണം കേട്ടാ. താക്കോൽ കൊടുക്കി. ഇല്ല ഉണ്ടായിട്ടുണ്ട്. ഇല്ല അല്ലാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ. ഒരു ലേശം വെള്ളം തരും. അല്ല, ഞാൻ മന്ത്രിക്കട്ടെ. ക്ലാസ്സിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ. ഒരു ലേശം വെള്ളം ലേശം മുഖത്ത് കുറഞ്ഞാൽ മതി. ലേശം ഇപ്പം നീക്കും. ലേശം മുഖത്ത് കൈ കൊണ്ട് കൂടെ കുറച്ച്. മതി. ഇനി ഉണ്ടാവില്ല. ശരി. അങ്ങനത്തെ ഉമ്മാനെ വിളിക്കല, കുഴപ്പമില്ല. ഇനി നീച്ചോളി. ഇവിടെ ഉണ്ട് കേട്ടോ. ദുആ ചെയ്യാം. എന്തായാലും അല്ലാഹു ശിഫ നൽകട്ടെ. ഒരവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. ആ താടി വെച്ചോൻ്റെ അമ്മ ഇവിടെ ഉണ്ടോ? ഇങ്ങനെ നമ്മൾ താടി വെച്ചിട്ട് അപസ്മാർ നൽകുന്ന ഉണ്ട്. ഓലമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. ആയിഷ മുഹമ്മദ് കാക്കാക്ക് അപസ്മാരാണ്. അല്ല, പരിപൂർണ ശിഫ നൽകട്ടെ. അല്ലാഹുവിനെ ആ രോഗം ആ പൊന്നുമോനക്കുള്ള കൊടുക്കാതെക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഓൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഓൻ്റെ അമ്മ വന്നിട്ട് ശരിയായത്. ഓൻ്റെ അമ്മ വന്നിക്കണ അങ്ങോട്ട് ആയിക്കോടിക്കും. ഓൻ്റെ അമ്മ വന്നിക്കണേ. അങ്ങോട്ടായി. ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മാനെ കണ്ടേ മാറുള്ളൂ. ഉമ്മാൻ്റെ തായി കൊടുക്കും. ഓൻ്റെ അമ്മൻ്റെ അവിടെ ഒന്ന് പിടിച്ചോടുക്കി. ഉമ്മനെ കണ്ടാ മാറും. ചില അപസ്മാർ. അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. നമുക്ക് വേഗം ദുആ ചെയ്യാം. അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. ഞാൻ ദ്വാരിക്കണം. ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ ദ്വാരൻ്റെ കൊടുക്കുന്ന ആ കുട്ടീൻ്റെ രോഗം മാറും. പയ്യോളിക്ക് സുഹറാൻ്റെ വന്നൊരു നസീമ സുഖല്ല, ബാക്കിൽ സീറ്റുണ്ട്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു പരിപൂർണ ശിഫ അല്ലാഹു നൽകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ കേട്ടോ. ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. കൂട്ടം കൂടി പോയത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്തൊരു 11 മജ്‌ലിസ് മനസ്സിൽ നിയ്യത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 11 മജ്‌ലിസ് ആകുമ്പോഴത്തേക്ക് നമ്മളെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരട്ടെ. നമ്മളെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളെ കടങ്ങൾക്ക് ഒരു പരിഹാരം അല്ലാഹു കാണിച്ചു നൽകട്ടെ. സന്തോഷം അല്ലാഹു നൽകട്ടെ. പെണ്ണുങ്ങളെ കൂട്ടം കൂടി പോകരുത് കേട്ടോ. നമുക്ക് നാളെയും മജ്‌ലിസ് നടത്തണം. അല്ലാഹു ബർക്കത്തിട്ട്. ഇപ്പം തന്നെ അവിടെ ആ ഡബ്ബറിൽ 10-15 ചിരട്ട പോയി കംപ്ലൈൻറ്റ് വന്നേക്കും. പാല് ചിന്തിക്കാൻ അത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പം തരുമോ? അടുത്ത പ്രാവശ്യം മജ്‌ലിസ് നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അല്ലാഹു ബർക്കത്ത്.
10 ദിക്ർ ചൊല്ലുക. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 إله إلا الله لا إله إلا الله إله إلا الله لا 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 إله إلا الله الحمد لله الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرة روح سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومجتبى محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وأوردنا حوض المورود أرحم الراحمين يا ربي രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്, ചെല്ലാൻ തുടങ്ങിയതാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിനെ ഞങ്ങളെ ചങ്കിലെ ചോരയായ ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫ് നേരിട്ട് ചെന്ന് സലാം പറയാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹ്, മക്കളില്ലാത്തൊരുപാട് നൂറേ ഹബീബിന്റെ മുത്തുമണികളുണ്ട്, അവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്ക അല്ലാഹ്. അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്. തലയുടെ മുറുത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ രോഗങ്ങളാ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ കുടിക്കുന്ന മരുന്നിൽ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ കുടിക്കുന്ന മരുന്നിൽ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. നിവൃത്തികേട് കൊണ്ട് ആധാരങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ, അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്.